ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മികച്ച ബ്രെയിൻ ഫുഡ് ഉണ്ടാക്കിയാലോ? ബ്രെയിൻ ഫുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? ബ്രെയിൻ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഫുഡിനെയാണല്ലോ നമ്മൾ ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇല അടയ്ക്ക അല്ലെങ്കിൽ ഇലയപ്പത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ഞാനിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് ബ്രെയിൻ ഫുഡാണ് ഇലയപ്പം എന്നൊക്കെ. ഐ എം സീന, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഒരുപാട് ടിപ്സൊക്കെ ഞാൻ തരുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ പല കാര്യങ്ങളും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വൈകുന്നേരം സ്നാക്കായും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായും നമുക്ക് കഴിക്കാവുന്നതാണ് ഇലയട. അരിപ്പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മാവിൽ തേങ്ങയും ശർക്കരയും ചേർത്ത് വാഴയിലയിൽ പൊതിഞ്ഞ് സ്റ്റീം ചെയ്ത് തയ്യാറാക്കുന്നതാണ് ഇലയപ്പം. അപ്പോൾ ഇലയട അല്ലെങ്കിൽ ഇലയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇലയടയ്ക്കുള്ള ചേരുവകൾ: വറുത്തരിപ്പൊടി 1 കപ്പ്. ഞാനിവിടെ 1 കപ്പിൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നത്, പക്ഷേ ഞാനിവിടെ 3 കപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നിങ്ങൾ അരിപ്പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും കൂട്ടണേ. ഒരു കട്ടിയുള്ള പാത്രത്തിൽ അരിപ്പൊടി ഇടുക. ഇതിലേക്ക് ഞാൻ 3 കപ്പാണ് ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന്, ചൂടുവെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് തിളച്ച വെള്ളം വേണ്ട, അത് പിന്നെ നമുക്കൊരു ഇളക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. അടച്ച് വെക്കുക. അപ്പം നല്ലപോലെ സോഫ്റ്റ് ആയിക്കോളും. അതുപോലെ ഇത് തണുത്ത ശേഷം ചപ്പാത്തി മാവ് നന്നായി മയത്തിൽ നമ്മൾ കുഴച്ചെടുക്കാറില്ലേ, അതുപോലെ നല്ലതുപോലെ ചൂട് മാറിക്കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര ഒന്ന് ചീവി വെക്കണം. ഞാൻ ശർക്കര പാനിയാക്കിയിട്ടില്ല, കാരണം നല്ല ശർക്കരയായിരുന്നു. നിങ്ങൾ പാനിയാക്കാനായിട്ട് ഇത് ശർക്കര ഒരു പാത്രത്തിലിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പിന്നെ ഇത് നല്ലപോലെ ഉരുക്കി വരുമ്പോഴത്തേക്കിന് അത് ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വേണ്ടത്, നമ്മൾ ഒരു പിന്നെ തണുത്ത ശേഷം നമ്മൾ ചപ്പാത്തി മാവ് പോലെ എടുത്തിട്ട് ഒരു വലിയൊരു നാരങ്ങയുടെ സൈസിൽ ഒരു ഉരുളയാക്കിയിട്ട് പിന്നെ ഇലയുടെ മുകളിൽ വെച്ച് നല്ലതുപോലെ പരത്തിയെടുക്കണം. നമ്മളിങ്ങനെ പരത്തുമ്പോഴത്തേക്കിന് ഇത് യൂണിഫോം ആകാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കിയാൽ മതി. കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ചിങ്ങനെ നീക്കുമ്പോഴത്തേക്കിന് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് അമക്കി എല്ലായിടത്തും യൂണിഫോമായിട്ട് ഇലയിൽ നല്ലപോലെ പരത്തണം. വാഴയിലയിൽ അതിനുശേഷം പരത്തിയ മാവിൻ്റെ ഒരു ഭാഗത്ത് തേങ്ങാ ശർക്കര ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങാ ശർക്കര ഫില്ലിങ് സമമായി പരത്തിയെടുക്കണം കേട്ടോ. അതിനുശേഷം ഇല മടക്കി അരികളൊന്ന് അമർത്തി അടയ്ക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ തയ്യാറാക്കുന്നതാണ്. ഞാൻ ഒരു എണ്ണം ഉണ്ടാക്കുന്നതിൻ്റെ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഗ്രൂപ്പായിട്ടുള്ളത് നമുക്ക് പിന്നെ കാണാൻ പറ്റും. സ്റ്റീമറിൽ അല്ലെങ്കിൽ ഇഡ്ഡലി കുക്കറിൽ 10-15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഗ്രൂപ്പായിട്ട് കാണിക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ ആദ്യമേ തന്നെ ഇലയുടെ നമ്പർ അനുസരിച്ച് മാവിൻ്റെ ക്വാണ്ടിറ്റി എടുത്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് ഓരോന്നായിട്ടെടുത്ത് ഞാൻ നല്ലതുപോലെ പരത്തി യൂണിഫോം ആക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് ശർക്കര തേങ്ങ ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹാഫ് പോർഷനിൽ വിട്ടേക്കണം കേട്ടോ. ഹാഫ് പോർഷനിൽ മാത്രമേ അത് വെക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നും ഇല ചേർത്ത് വെച്ച് പതിയെ മടക്കി അത് ഒട്ടിച്ച് അടുക്കി വെക്കുക. പക്ഷേ എല്ലാം കൂടെ വലിയ സ്റ്റീമറാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് എൻ്റെ സൈസിനനുസരിച്ച് ഞാൻ 2 ട്രിപ്പായിട്ടാണ് വെച്ചത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ അമക്കി ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നതാണ്. സ്റ്റീമറിലൊരു 10-15 മിനിറ്റ്സ് വേവിച്ചെടുക്കുക. അപ്പം അതിനുശേഷം നമുക്കത് കുക്കായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ ഇല മാറ്റി വരുമ്പോഴത്തേക്കിന് നല്ലതുപോലെ ഇളകി വരുന്നുണ്ടെങ്കിൽ അത് കുക്ക്ഡെന്നാണ്, നല്ലപോലെ കുക്കായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞു. 10-15 മിനിറ്റ്സ് ഇല മാറ്റി. ഇലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കിയാൽ അത് കറക്റ്റ് ഇലയിൽ ഒരു ശകലം പോലും ബാക്കി കാണുന്നില്ല. അതായത് നല്ലതുപോലെ അത് കുക്കായിട്ടുണ്ട്. ഇനി കുറച്ച് ടിപ്സ് പറയുകയാണെങ്കിൽ, ചൂടുവെള്ളം ചേർക്കുന്നത് മാവ് മൃദുവാക്കും കേട്ടോ, നല്ല സോഫ്റ്റ് ആക്കി കിട്ടും. ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അരിപ്പൊടിയുടെ സ്വഭാവം അനുസരിച്ച് മാറുകയും ചെയ്യും. ചിലപ്പം കൂടുതൽ വെള്ളം നമുക്ക് വേണ്ടി വരും, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം അതുപോലെ തന്നെ വേണ്ടി വരും. വാഴയില ഏകദേശം ഒരു 6 ഇഞ്ച് സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കണം കേട്ടോ. പിന്നെ വാഴയില എടുക്കുന്നത് ഒരു ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക വാസന തന്നെ കിട്ടും. ഞാനിതൊക്കെ കഴിക്കുമ്പോൾ
എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരാറുണ്ട്. എൻ്റെ മമ്മി വീക്കെൻഡ്സിൽ ഇത് ഉണ്ടാക്കുമായിരുന്നു. മമ്മി ഒരു ടീച്ചറായിരുന്നു. അന്നേരം വീക്കെൻഡ്സിൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കാൻ സമയം കിട്ടത്തുള്ളൂ. നമ്മുടെ എല്ലാം ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video. Bye bye.